ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 11/4/2025 വെള്ളിയാഴ്ച 22,844 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 3 ദിവസത്തെ മാർക്കറ്റ് അവധിക്ക് ശേഷം ഇന്ന് ഓപ്പണായത്, അതായത് 15/4/2025 ചൊവ്വാഴ്ച ഓപ്പണായത് 23,368 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ 524 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിലായിരുന്നു. സാമാന്യം നല്ല ഒരു ഗ്യാപ്പ് അപ്പ് തന്നെയാണ്. മാർക്കറ്റ് ഓപ്പണായ ഉടനെ തന്നെ 1 മിനിറ്റിൽ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിംഗ്. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇത്രയും ഗ്യാപ്പ് അപ്പിലുണ്ടാകുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായും സംഭവിക്കേണ്ടതാണ്. അത് 1 മിനിറ്റിൽ തന്നെ നമുക്ക് 1 മിനിറ്റിലെ ക്യാൻഡിൽ പോലും 5 മിനിറ്റിൻ്റെ നോക്കിയാലും 1 മിനിറ്റിൻ്റെ നോക്കിയാലും ലോ ആൻഡ് ഹൈ ശ്രദ്ധിക്കുമ്പോൾ കാണാം 161 പോയിൻറ്റിൻ്റെ ഒരു ഫാളാണ് വളരെ പെട്ടെന്ന് 1 മിനിറ്റിൽ തന്നെ സംഭവിച്ചത്. അതിനുശേഷം മാർക്കറ്റ് കൃത്യമായും ഹോൾഡ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശം ദിവസമാണ്. യാതൊരു വിധത്തിലും ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ ബയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോങ് ആയ സെല്ലേഴ്സും ഉണ്ട്. എന്നാൽ ഇവിടെ നിന്നും പതിയെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ ഡയറക്ഷൻ കിട്ടുന്നു എന്ന് ഫീൽ ചെയ്താലും വീണ്ടും ഒരു ബൈ ഓപ്ഷൻ എടുത്താൽ ഇവിടെ ഇത്രയും നേരം ചെറുതായി ഉറുമ്പനങ്ങുന്ന പോലെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചത്. ആ സമയത്ത് തീർച്ചയായും ഓപ്ഷൻ്റെ പ്രീമിയം താഴോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ചാർട്ടും കൂടെ പരിശോധിച്ചുകൊണ്ട് നിഫ്റ്റിയുടെ ചാർട്ടിനെ ട്രേഡ് ചെയ്യാൻ, നിഫ്റ്റിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ്, അപ്പോൾ അതിൻ്റെ ലെവലുകൾ കണക്കാക്കി നമ്മൾ എടുക്കുന്ന ഒരു ATM ഓപ്ഷൻ്റെ ചാർട്ടും പരിശോധിക്കുമ്പോൾ എപ്പോഴും ഏതൊരു ലെവൽ തന്നെ കീപ്പ് ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതായേ ഫീൽ ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ ലെവലിൽ നിന്നും ചെറുതായി തിരിയുന്ന സമയത്ത് കൃത്യമായും അതുവരെ ഇൻഡെക്സ് രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ച ഓപ്ഷൻ്റെ ചാർട്ട് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി ഒരു ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. എന്നാൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തിരുന്നില്ല, മറിച്ച് ഒരു ലെവൽ വരെ മാത്രം നിശ്ചിതമായ ഒരു പ്രോഫിറ്റ് ലഭിക്കുന്ന ഇടം മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും പ്രൈസ് ഡിക്ലൈനാണ്. അപ്പോഴും ഓപ്ഷൻ്റെ ചാർട്ട് വളരെ പുതിയ ലോ തന്നു പോവുക മാത്രമാണ് ചെയ്തിരുന്നത്. എവിടെയും ഒരു കൃത്യമായ ഹോൾഡ് ആകാൻ കഴിയുന്നില്ല. ഇത് വളരെ മുമ്പേ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹെവി കൺസോൾട്ടേഷൻ തിരിച്ചറിയാൻ കഴിഞ്ഞ പലരും ട്രേഡ് ചെയ്തില്ല, ഈവൻ മാർക്കറ്റ് വാച്ച് ചെയ്തു പോലുമില്ല, സിസ്റ്റം ക്ലോസ് ചെയ്ത് വിട്ടു പോവുകയാണ് ചെയ്തിരുന്നത്. അത് നമ്മുടെ പബ്ലിക് ചാനലിൽ തന്നെ നോക്കിയാൽ തിരിയും. ഇന്ന് ഞാൻ ഒരൊറ്റ P&L പോലും പോസ്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്തിരുന്ന പലരും ഇടയ്ക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നത്തെ മാർക്കറ്റ് വളരെ മോശമാണ്, ഒരു വിധത്തിലും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ മെസ്സേജ് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് ആദ്യം ലഭിക്കേണ്ട റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അതിന് മുകളിലുള്ള 2 ലെവലിനും കൂടി ഉയരത്തിലാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ വീണ്ടും കിട്ടിയ ഡിക്ലൈൻ കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ടിലാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറുമ്പോൾ അത് സപ്പോർട്ടായി. ആ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് തൊട്ട് മുകളിലുള്ള മൈനർ റെസിസ്റ്റൻസുകൾക്കിടയിൽ ചെറിയ ഒരു റേഞ്ചിൽ മാത്രം ഇന്നത്തെ 6.25 മണിക്കൂറും മൂവ് ചെയ്യുക മാത്രമാണ് ഇൻഡെക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ശുദ്ധമായും ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് മാറി നിൽക്കുക എന്നല്ലാതെ മറ്റേ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ട്രേഡ് എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഇന്നത്തെ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയും എന്ന് പരിശോധിക്കാം. 23,322 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 23,308 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മുകളിലോട്ട് 23,368, അതായത് ഇന്നത്തെ ഉയരം, അതിനു മുകളിൽ 23,411, 451, 496 എന്നിങ്ങനെയുള്ള ലെവലുകൾ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 23,496 എന്ന ലെവലാണ് അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണ് നാളെയെങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 23,368 എന്ന ലെവലാണ്.
അതായത് ഇന്നത്തെ ഉയരം, അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 23,262 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. 52,363 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 52,265 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അതായത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകൾ മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകളാണ്. അതായത് 52,549 എന്നതാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നതാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 52,159 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കരുതുന്നത്. 76,741 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ആയി ഒരു മൈനർ സപ്പോർട്ട് 76,597 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 76,995 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 76,435 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വാങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു സജഷനുമല്ല.
എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന കേവലമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. പഠനാർത്ഥം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ അതിൻ്റെ ലെവലുകൾ ഗുണകരമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്